ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഈ ഡീൽ വിവാദത്തിൽ ഏറ്റവും കനത്ത് നിൽക്കുന്നത് പാലക്കാടാണ്. LDF സ്ഥാനാർത്ഥി വീക്കാണ്, അത് BJP സഹായിക്കാണെന്നൊക്കെയാണ് ഒരു വശത്ത് ആരോപണം ഉയർന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പാകത്തിൽ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാത്തത് അത് UDF BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് CPM ഒരു പ്രതിരോധം നിലയ്ക്ക് പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ലാൽകൃഷ്ണ കൂടി ചേരുന്നു. ലാൽകൃഷ്ണ, ഈ നേരത്തെയൊക്കെ വന്ന ഏറ്റവും വലിയ ആരോപണം BJP ഡീലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിലെടുത്തു പറയേണ്ടത് 2020 കിട്ടിയ വലിയ പ്രാധാന്യമാണ്. BDJS ഒക്കെ ഈ BJP-യോടൊപ്പം കൂട്ടുകൂടിയിട്ട് കുറേ അധികം കാലമായി. പക്ഷേ ഈ ഒരു തവണ 2020 BJP-യിലേക്ക് വരുന്നു, വന്ന ഘട്ടം അതായത് NDA സഖ്യത്തിലേക്ക് വരുന്നു. വന്ന ഘട്ടത്തിൽ തന്നെ ഇത്രത്തോളം സ്വീകരണം ലഭിക്കുമെന്ന് സാബും ജേക്കബ് പോലും വിചാരിച്ചു കാണില്ലെന്ന് മനസ്സിലാക്കുന്നു. അത്രത്തോളം സീറ്റുകൾ ലഭിക്കുന്നു. ഈ സീറ്റുകളിൽ അതായത് എവിടെയൊക്കെയാണോ CPM ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളുള്ളത് അല്ലെങ്കിൽ വീക്കായ സ്ഥാനാർത്ഥികളുള്ളത് അവിടെയാണ് NDAക്ക് മികച്ച സ്ഥാനാർത്ഥികൾ പോയി ചെയ്തിരിക്കുന്നത്. അതായത് UDF വോട്ടുകൾ BJP വോട്ടുകൾ അടക്കം ഈ പറയുന്ന CPM വോട്ടിലേക്ക് വരാൻ പാകത്തുള്ള കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യുന്ന ആരോപണമാണ് നിലവിൽ ഉന്നയിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അതിനെ സാബും ജേക്കബ് പ്രതിരോധിക്കുന്നത്? 2020 വിശദീകരണം എന്താണ്? പ്രത്യാരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി എന്ന രീതിയിലാണ് 2020 ഭാഗത്തുനിന്നുള്ള നീക്കം. അത് പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരമുള്ളൊരു ഗിമ്മിക്കാണ്. തിരഞ്ഞെടുപ്പിൽ ആളുകളെ മറയാക്കുന്നതിന് വേണ്ടി, മായം കാണിക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന ഒരു ഗിമ്മിക്കാണ്. ആരോപണം ഉന്നയിക്കുകയല്ലാതെ ഇതിന് കൃത്യമായ തെളിവുകൾ എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് സാബും ജേക്കബ് മുന്നോട്ട് വെക്കുന്ന ഒരു വെല്ലുവിളി. അത്തരത്തിൽ ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നോ ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ഡീൽ ഉറപ്പിച്ചു എന്നോ കാണിക്കുന്നതിന് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുന്നതിന് കൃത്യമായൊരു തെളിവുകൾ നൽകാമെങ്കിൽ അതിനപ്പോൾ മറുപടി നൽകാം. അല്ലാത്തതെല്ലാം ഇലക്ഷൻ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭയം മൂലം, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഭയം മൂലം ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. പാലക്കാട് വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പരാജയപ്പെടും എന്നുറപ്പുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരം ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ ഈ ആരോപണം കൊണ്ടുവന്നതിന്റെ പ്രധാന കാരണവും തൃപ്പൂണിത്തുറയിലെ ഭരണത്തിൽ നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും എന്ന പരാജയം തന്നെയാണ് എന്ന് പറയുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ദീപക് ജോയ് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറാണ്. നിലവിൽ അദ്ദേഹം മേയറായി തന്നെ ഇരിക്കുകയാണ്. അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു മെജോറിറ്റി ഏരിയയാണ്. നേരത്തെ ഇപ്പോൾ നിലവിൽ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. പക്ഷേ ഒരു BJP കാൻഡിഡേറ്റിനെ കൊണ്ടുവരാതെ അത് 2020 കൈമാറിയതിന്റെ കാരണം, അതിന്റെ കൃത്യമായ കാരണം BJP തന്നെ പറയുന്നത് ഒരു പൊതുസമ്മതനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടിക്കുള്ളിലെ മറ്റ് അസ്വാരസ്യങ്ങളും മറ്റു കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതാണ് എന്നുള്ളതാണ്. വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നാണ് 2020 വിശ്വാസം. പക്ഷേ നിലവിൽ വൈപ്പിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് LDFന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി. കൊച്ചി ഡെപ്യൂട്ടി മേയർ അവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നുണ്ട്. NDA പ്രതിനിധീകരിച്ച് അഞ്ജലി നായരാണ് മത്സരിക്കുന്നത്. അത്തരത്തിലൊരു ഡീലോ മറ്റു കാര്യങ്ങളോ നടത്താനായിരുന്നെങ്കിൽ അത് എപ്പോഴേ ആകാമായിരുന്നു. ആരുമായിട്ടും ഡീൽ ചെയ്തിട്ടില്ല. ഡീലിന് പലപ്പോഴും വന്നിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കളാണ്. അവരുമായിട്ട് സന്ധി ചെയ്യാൻ താല്പര്യമില്ല എന്ന കാര്യം കൂടിയാണ് സാബും ജേക്കബ് പറയുന്നത്. എന്താണെങ്കിലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഡീൽ തന്നെയാണ്. ഇതിനു മുമ്പും സമാനമായിട്ട് ഇത്തരം ആരോപണങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും ഇതുപോലെ ചർച്ചാ വിഷയമായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, അത് AICC മുതൽ KPCC-യിലും DCC-യിലും അടക്കമുള്ള നേതാക്കളും ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.